ഹായ്, എത്ര പേർക്കാണ് പാമ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു പേടി സ്വപ്നം? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലൊക്കെ കുറേ പേര് പെരുമ്പാമ്പിനെ വളർത്തുന്നതും അതുപോലെ തന്നെ പെരുമ്പാമ്പിന് സൂവിലൊക്കെ തീറ്റ കൊടുക്കുന്ന വീഡിയോകളൊക്കെ ഷോർട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിടാറുണ്ട്. ഈ സംഭവം കാണുമ്പോൾ പലർക്കും ഇത് അത്ര വലിയ ഭയങ്കരകാരികളല്ല എന്ന് തോന്നാറുണ്ട്. പക്ഷേ നരഭോജികളായ പാമ്പുകളുമുണ്ട്. ഒരിക്കലൊരു സ്ഥലത്ത് ഒരു സ്ത്രീ ഓമനിച്ച് വളർത്തിയിരുന്ന ഒരു പെരുമ്പാമ്പുണ്ടായിരുന്നു. അത് വളർന്ന് ഏകദേശം 8 അടിയോളം നീളം വെച്ചു. അതിനുശേഷം അതിന് കൊടുക്കുന്ന ഫുഡൊന്നും അത് കഴിക്കാതെയായി. അതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ടും അത് റിഫ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ പോകെ പോകെ ആ സ്ത്രീക്കും വല്ലാതെ വിഷമം തന്നെയായി ഈ പാമ്പിൻ്റെ ഈ അവസ്ഥ കണ്ട്. പെട്ടെന്ന് തന്നെ അത് അടുത്തൊരു വെറ്റിനറി ഡോക്ടറിനെ കണ്ട് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ആ വെറ്റിനറി ഡോക്ടർ ഈ സംഭവങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പാമ്പ് നിങ്ങളുടെ അടുത്ത് വന്ന് കിടക്കാറുണ്ടോ? ഈ ചോദ്യത്തിന് ആ സ്ത്രീയും പറഞ്ഞു, അതെ, ആ പാമ്പ് ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കാറുണ്ട്. ഈ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് ആ പാമ്പിനോട് ദയനീയ അവസ്ഥയാണ് തോന്നുന്നത് എന്നും ആ സ്ത്രീ വ്യക്തമാക്കി. ഈ സംഭവങ്ങൾ കേട്ടതിന് ശേഷം ആ ഡോക്ടർ പറഞ്ഞു, ഇന്നാൾ ഉറപ്പിച്ചോ, ആ പെരുമ്പാമ്പിന് ഒരു പ്രശ്നവുമില്ല, അതിനെ കളയേണ്ട സമയമായിരിക്കുന്നു. അതിന് ആ സ്ത്രീയും എന്താണെന്ന് ചോദിച്ചു. അതിന് ആ ഡോക്ടർ പറഞ്ഞത്, ആ പാമ്പ് നിങ്ങളുടെ അടുത്ത് വന്ന് കിടക്കുന്നത് നിങ്ങളുടെ ബോഡി മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് അതിൻ്റെ വയറ്റിലുള്ള എല്ലാ ഭക്ഷണങ്ങളും ഡൈജസ്റ്റ് ആയതിനു ശേഷം പറ്റിയ തക്കം കിട്ടുമ്പോൾ നിങ്ങളെ മുഴുവനോട് വിഴുങ്ങാൻ വേണ്ടി ഒരു തക്ക അവസരം കാത്തിരിക്കുകയാണ് ആ പാമ്പ്. അതിനുവേണ്ടിയാണ് ആ പാമ്പ് ഇത്രയും ദിവസം ഒന്നും കഴിക്കാതായ. ഈ ഒരു സംഭവം കേട്ടതും ആ സ്ത്രീയും ഞെട്ടിപ്പോയി. പക്ഷേ ഇതൊരു കഥയാണെങ്കിലും ഈ ഒരു ആർട്ടിക്കിൾ വായിച്ച് പലരും ഞെട്ടിപ്പോയി. ഇതൊരു ആർട്ടിക്കിൾ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ റീസെന്റ് ഡേയ്സിൽ നിന്ന് വായിച്ചതാണ്. അതിനുശേഷം അതിൻ്റെ താഴെ തന്നെ ഓദർ മറ്റൊരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു കഥയാണെങ്കിലും ഇന്തോനേഷ്യയിലും ഫിലിപ്പൈൻസിലൊക്കെ ഇതൊരു സാധാരണ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ പെരുമ്പാമ്പുകൾ മനുഷ്യരെ വിഴുങ്ങുന്ന ഒരു സർവ്വസാധാരണ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൈത്തൺ എന്ന് പറയുന്ന പെരുമ്പാമ്പുകൾ 2018 ഇന്തോനേഷ്യയിൽ ഒരു 54-കാരിയായ ഒരു സ്ത്രീയെ കാണാതായി. ആ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് എല്ലായിടത്തും ആ സ്ത്രീക്ക് വേണ്ടി തെരച്ചിൽ നടത്തി. പക്ഷേ ആ സ്ത്രീയുടെ ബോഡിയോ അതുപോലെ തന്നെ അങ്ങനെ ഒരു മിസ്സിംഗ് കേസോ കാണാനില്ല. അതിനുശേഷം ആ സ്ത്രീയുടെ ഒരു ബാഗും അതുപോലെ തന്നെ ചെരുപ്പും റോട്ടിൽ വെച്ച് കിട്ടി. അതിൻ്റെ അടുത്ത് തന്നെ ഒരു പെരുമ്പാമ്പിനെയും അവർ കണ്ടെത്തി. ആ പെരുമ്പാമ്പിൻ്റെ വയർ ഭയങ്കരമായിട്ട് മുഴച്ചിരുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ ആ നാട്ടുകാർക്ക് ഒരു സംശയം തോന്നി. ആ പെരുമ്പാമ്പിനെ പിടിച്ച് കൊന്ന് അതിൻ്റെ വയറ്റിലുള്ള ബോഡി എടുത്തു നോക്കിയപ്പോൾ അവർ സംശയിച്ച പോലെ തന്നെ ആ പെരുമ്പാമ്പ് ആ സ്ത്രീയെ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിലിപ്പൈൻസിലും ഇതേപോലത്തെ കുറേ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പൈത്തൺ എന്ന് പറയുന്ന ഈ പാമ്പുകൾ മനുഷ്യരെ വിഴുങ്ങിയ സംഭവങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ വലിയ വലിയ കന്നുകാലികൾ അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളെയൊക്കെ വിഴുങ്ങുന്ന സംഭവം ഇന്ത്യയിലും സർവ്വസാധാരണം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ പലർക്കും ഞെട്ടലുണ്ടായി കാണും. അതായത് ഈ പൈത്തൺ എന്ന് പറയുന്നത് ഒരു വിഷമില്ലാത്ത പാമ്പ് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ അതിനെക്കാട്ടും ഒരു ഭയങ്കരമായ ഒരു ജീവി തന്നെയാണ് ഇതും. അപ്പോൾ ഈ ഒരു കഥ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈത്തൺ വളർത്തണം എന്ന ആഗ്രഹം തോന്നുന്നുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ സംഭവത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സീ യു നെക്സ്റ്റ് വീഡിയോ.